തുളസിക്കതിർന്നുള്ളിയെടുത്ത് എല്ലാവരും വിചാരിക്കും നല്ല കുടുംബിനി നല്ല കുളിയെല്ലാം കഴിഞ്ഞ് സുന്ദരിയായി എന്താ പറയുക, തുളസിയെല്ലാം നുള്ളി തലയിൽ വെച്ചിട്ട് എങ്ങോട്ടേക്കാ യാത്ര? വേറെ എങ്ങോട്ടല്ല, അടുക്കളയിൽ പോയിട്ട് ഉള്ളേരിയാൻ. ഇത് എന്തിനാണ് ഞാൻ വാങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് നീറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് അരിഞ്ഞിട്ടും എൻ്റെ കണ്ണ് നീറുന്നുണ്ട് ഗായ്സ്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആണോ? അമ്മോ ഭയങ്കര നീർച്ചയാട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസാല അട ഉണ്ടാക്കാനാട്ടോ. അപ്പോൾ പാറുമുത്ത എന്നോട് പറഞ്ഞു നമുക്കിന്ന് മസാല അട ഉണ്ടാക്കിയാലോന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു അരി വെള്ളത്തിലിട്ടോ, എന്നിട്ട് നമുക്ക് മസാല അട ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ അതാ ഞാൻ അരിയെല്ലാം കഴുകി ഗ്രൈൻഡറിലേക്ക് ഇട്ടു കേട്ടോ. ഓരോരോ സാധനങ്ങൾ വെറൈറ്റി ഉണ്ടാക്കുന്നതും ധ്യാനൂസിന് കൊടുക്കുന്നതും പ്രജീഷേട്ടനും വീട്ടുകാർക്കെല്ലാം കൊടുത്തിട്ട് അവരുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നതും വളരെയധികം സന്തോഷമാണ്. പക്ഷേ ഇപ്രാവശ്യം എല്ലാം ഉണ്ടാക്കുന്നത് ആരാണ്? നമ്മുടെ പാറുമുത്ത കേട്ടോ. അപ്പോൾ പാറുമുത്ത പറഞ്ഞു പാറുമുത്തയ്ക്ക് ഇങ്ങനെ പണിയെടുക്കാനെല്ലാം ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ വെറുതെ ഇരിക്കാൻ അറിഞ്ഞൂടാ, ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരുന്ന് തിന്നുന്നതാണ് ഭയങ്കര ഇഷ്ടം. പണിയെല്ലാം എടുക്കുന്ന ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പം ഞാനാണേലോ പാറുമുത്ത ഇങ്ങനെ തേങ്ങ ചിരണ്ടുന്നുണ്ടോ, തേങ്ങ ഇങ്ങനെ റെഡിക്ക് വീഴുന്നുണ്ടോ എന്നെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുന്ന കേട്ടോ. എത്ര ദിവസം ഉണ്ടാവും. അപ്പോൾ അതിനുള്ള മസാല പാറുമുത്ത റെഡിയാക്കുന്നതാണ്. ഉള്ളിയും പച്ചമുളകും ചെറിയൊരു തക്കാളിയും കുറച്ച് കറിവേപ്പില, മല്ലിയില അതൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ മസാല, നല്ല ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞത് ഗ്രീൻ പീസ് ആട്ടോ. അതും കൂടി ഇട്ടിട്ട് നല്ല മസാല അത് സെറ്റാക്കിയിട്ട് അട പരത്തുന്ന പോലെ നല്ലോണം ഇങ്ങനെ പരത്തി എടുത്തിട്ട് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കണേ. അന്നേരം ആട്ടോ നല്ല ടേസ്റ്റും നല്ലൊരു മയമെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ആവിയിൽ വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുത്ത് നല്ല നമ്മുടെ ഇല മസാല അട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ പാറുമുത്ത ക്ഷീണം പിടിച്ചിരിക്കുന്ന കേട്ടോ, വെറുതെ പറഞ്ഞാണ്. അപ്പോൾ അതാ നല്ല മഴയും പിന്നെ നല്ല ചൂടടയും പിന്നെ കട്ടൻ ചായയും എല്ലാം കൂടി കഴിക്കാൻ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെയും കാണാം. ബൈ.